അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ അര കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ഫുള്ളായിട്ട് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് ഒരു കപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് പകുതി വീതമാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി മൈദയും അരക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും എണ്ണയും മാവിന്റെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് ആദ്യം കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുക്കാം. നമ്മളെടുക്കുന്ന ഓരോ പൊടിക്കും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചെടുത്തു. വീണ്ടും കുറച്ച് വെള്ളം, 1/4 കപ്പ് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് വീതം ഒഴിച്ച് മാവൊന്ന് കുഴച്ചെടുക്കുക. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. അപ്പം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഞാൻ അര കപ്പ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പം മാവ് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആക്കി വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇപ്പൊ കണ്ടിലെ മാവ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. കുറച്ച് മാവ് എടുക്കുക, ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് ഉരുട്ടിയെടുക്കാം. മാവ് മുഴുവനും ഒരേ വലിപ്പത്തിലുള്ള 8 ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഉരുളകളല്ല, ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകളൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി മാവ് ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഉരുള മാവ് എടുക്കുക, എല്ലാ ഭാഗത്തും പൊടിമാവ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇപ്പൊ ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പൊ നമ്മൾ ഉരുട്ടിയെടുത്ത എല്ലാ ഉരുളകളും ഇതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതുപോലത്തെ ഒരു ബൗളിൽ വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് വീതം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചീസ് ഒഴിവാക്കാം. അപ്പോൾ ചീസൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. അപ്പോൾ ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചതച്ച മുളകാണ്. കടയിൽ നിന്നും ചില്ലി ഫ്ലേക്സ് വാങ്ങാൻ കിട്ടും. ഇന്ന് വാങ്ങുന്ന ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് എടുത്ത് മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് ചതച്ചെടുത്ത കുരുമുളകാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി, കൂടി പോകരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതുപോലെ വിതറിയിട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല, ഇത്രയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്നോ അതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ പരത്തിയെടുത്ത ഒരു ചപ്പാത്തിയുടെ മാവില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ പ്രസ് ചെയ്ത് ഇതിൻ്റെ മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് വിരൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റാം. മാവ് ഇളകി പോകരുത്, നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. കൈവച്ചതിൻ്റെ മാവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന മാവ് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഇളകിപ്പോകും. ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ദാ ചൂടായി. ഇനി നമ്മൾ മാവൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലെ അതൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കുക. ഒരുപാട് ഓവറായിട്ട് എണ്ണ എടുക്കരുത്. ഓവറായിട്ട് എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമഴ്ത്തി ഇടുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളിപ്പോവും. അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് അടുത്തതും ഇട്ട് കൊടുക്കുക. നമ്മുടെ കടായുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 സ്പൂണിൻ്റെ സഹായത്തോടെ തിരിച്ചിട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതിൻ്റെ പുറത്ത് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പലഹാരം 2 വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന മുട്ട ഒന്നും വെന്ത് കിട്ടില്ല. ഫ്ലെയിം കൂട്ടിയിടരുത്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പലഹാരമെല്ലാം ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എപ്പോൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ചൂടാണ്. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ മുട്ടയൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്